Hello everyone, welcome to the series of discussions on Mains 2024 Trend Analysis. നമുക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുള്ള UPSC മെയിൻസിൻ്റെ ഈ വർഷത്തെ ട്രെൻഡ് പാറ്റേൺ എന്തൊക്കെയാണ് എന്ന് നോക്കുന്നതാണ് ഈ സീരീസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്കറിയാം UPSC നമുക്ക് തരുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UPSC മെയിൻസിൻ്റെ സിലബസും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് PYQ പാറ്റേൺ. അതിൽ എത്രത്തോളം റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് വച്ചിട്ടാണ് നാം നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും അടുത്ത കൊല്ലത്തെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതും. സോ ഈ കൊല്ലം എത്രത്തോളം ട്രെൻഡ് മാറ്റമുണ്ട്, എത്രത്തോളം റിപ്പീറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സീക്വൻസിൽ നോക്കാം. സോ UPSC നമുക്ക് തരുന്നത് 5 പേപ്പേഴ്സാണ് ആദ്യത്തെ ആഴ്ചയിൽ. സോ ആദ്യത്തെ ഡേ തന്നെ നമുക്ക് നടക്കുന്നത് essay പേപ്പറും, സെക്കൻഡ് ഡേയിൽ GS1, GS2 ആൻഡ് തേർഡ് ഡേയിൽ GS3, GS4ഉമാണ്. സോ ഈ പേപ്പേഴ്സാണ് നമ്മളിപ്പോൾ ആദ്യം ഗ്രാജുവൽ അനാലിസിസ് നടത്തുന്നത്. ആദ്യമേ നമുക്ക് ഈ കൊല്ലത്തെ essay പേപ്പറിൻ്റെ അനാലിസിസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ essay പേപ്പർ ഒരു 2021 ആൻഡ് 2022 പേപ്പേഴ്സ് വളരെ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, നമ്മുടെ ടോപ്പിക്സ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യുവർ പെർസെപ്ഷൻ ഓഫ് മീ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു, മൈ റിയാക്ഷൻ ടു യു ഈസ് ആൻ അവെയർനെസ് ഓഫ് മീ, hand that rocks the cradle rules the world, philosophy of wantedness is utopian while materialism is a chimera, you cannot step twice in the same river. സോ ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ 2021ലും 2022ലും വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഇതിൽ നമ്മൾ കൂടുതലായിട്ടുള്ള പോയിൻറ്റ്സ് എഴുതുക എന്നുള്ളതും ടോട്ടലി ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മൾ ഈ കൊല്ലത്തെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സെക്ഷൻ A നോക്കിയാലും സെക്ഷൻ B നോക്കിയാലും വളരെ ഈസി ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാവുന്ന ടോപ്പിക്സാണ് UPSC തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ കീ ചലഞ്ചസ് നമ്മൾ മാക്സിമം ഡയമെൻഷൻസ് കൊണ്ടുവരിക, നല്ല ക്രിസ്പായിട്ട് എഴുതുക, നല്ല എക്സാമ്പിൾസ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലാണ്. ഈ വർഷങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം UPSC essay മാർക്കിംഗ് ആണ്. UPSCയുടെ മാർക്കിംഗ് വളരെ എക്സ്ട്രീം റേഞ്ചസിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ 130, 140 മുതൽ 60, 70 വരെയുള്ള മാർക്കിംഗ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് UPSC നന്നായിട്ട് തന്നെ നമ്മുടെ എസ്സേയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നൽകുന്നുണ്ട്. സോ ഞാൻ അഡ്വൈസ് ചെയ്യുക എല്ലാ കാൻഡിഡേറ്റ്സും തന്നെ നമുക്ക് കീ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് UPSC PYQs നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ ടോപ്പിക്സിൽ നിന്നാണെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ സിവിലൈസേഷൻ, ഇപ്പോൾ ഹാംഫുൾ എഫക്ട്സ് ഓഫ് അവർ സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഡൗട്ടർ ഇസ് എ ട്രൂ മാൻ എന്നുള്ളത് നമുക്ക് ക്യൂരിയോസിറ്റിയുടെ ഇമ്പോർട്ടൻസ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ലീഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലുള്ള നമ്മുടെ ടെക്നോളജിയുടെ റൈസ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ഓൾസോ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതും ഇതിൽ കൊണ്ടുവരണം. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് ഓരോ ടോപ്പിക്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു essay സെക്ഷനിൽ ഇപ്പോൾ UPSC എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് കോംപ്രിഹെൻഡ് പാടല്ല, ബട്ട് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് കൊണ്ടുവന്ന് എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ കീ എലമെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് GS1 പേപ്പറിൻ്റെ അനാലിസിസ് നോക്കാം. നമുക്കറിയാം GS1 പേപ്പറിലുള്ളത് ജോഗ്രഫി, ഹിസ്റ്ററി, സൊസൈറ്റിയാണ്. ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ഏൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, മെഡിവൽ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, പോസ്റ്റ് ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ ഈ കൊല്ലത്തെ ഒരു അനാലിസിസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ GS1 പേപ്പർ ഓൾമോസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തെ 2023 GS1 പേപ്പറിൻ്റെ അതേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. കുറച്ച് ഓഫ് ആൻഡ് അവിടെയും ഇവിടെയും മാറിയിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഓവറോൾ പേപ്പർ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കീ ടേക്ക് അവേ എന്താണെന്നുള്ളത്, നമ്മുടെ സൊസൈറ്റി ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദ നമ്പർ ഓഫ് സൊസൈറ്റി ക്വസ്റ്റ്യൻസ് പണ്ടത്തെ മോഡലിനേക്കാൾ കൂടുതലായി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും സഫർ ആയിട്ടുള്ളത് ജോഗ്രഫിയാണ്. കാരണം ജോഗ്രഫിയുടെ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറെ എലമെൻ്റ് ആണ് വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു റീസർജൻസ്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു ക്വസ്റ്റ്യനും തിരിച്ചു വന്നിട്ടുണ്ട്. ഒപ്പം ബൗൺസേഴ്സ്, നമുക്ക് നോർമലി GS1 ടിപ്പിക്കലി ബൗൺസേഴ്സ് തരുന്ന ഒരു പേപ്പറാണ്. ഈ തവണയും ആ ട്രെൻഡ് മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്, എസ്പെഷ്യലി ജോഗ്രഫിയിലായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ ഒരു ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒറോറ ഓസ്ട്രാലിസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, അത് 15 മാർക്കേഴ്സിന് എഴുതുക എന്നുള്ളത് തീർത്തും ചലഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പേപ്പറിനെ നമുക്ക് റിയൽ എക്സാം ഹോളിൽ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള കീ എലമെൻറ്റ് എന്നുള്ളത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്വിസ്റ്റേഴ്സും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാനുള്ള
അത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ GS1 അനാലിസിസ് നമ്മൾ നോക്കുന്നതാണ്. മറ്റുള്ള ഒരു ആസ്പെക്ട് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പാർട്ടിലോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മോഡേൺ ഹിസ്റ്ററി ഒരു ഡിക്ലൈൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രിലിംസിൽ നോക്കുകയാണെങ്കിലും മെയിൻസിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിക്ലൈൻ എവിഡൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. മെയിൻലി ഒരു 1 ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ മോഡേൺ ഹിസ്റ്ററി വന്നിട്ടുള്ളത്. കൾച്ചറിൻ്റെ ആസ്പെക്ടസ് കൾച്ചർ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോള ആൻഡ് പല്ലവ ആർക്കിടെക്ചറൊക്കെ തന്നെയാണ് വന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് ഇനിയുള്ള GS1 അനാലിസിസിൽ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GS2 ടോപ്പിക്കിലോട്ടാണ്. സോ GS2 പക്ഷെ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി ഓൺ എ ടഫർ സ്കെയിൽ എന്ന് നമുക്ക് പറയാവുന്ന ഒരു പേപ്പറാണ് GS2ൻ്റെ. ക്വസ്റ്റ്യൻസ് മച്ച് മോർ ഡിഫിക്കൽട്ടായി മാറുന്നതും അതോടൊപ്പം തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് മാറുന്ന ഒരു ട്രെൻഡ് GS2 നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി സ്പെസിഫിസിറ്റിയും കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും കൂടിയിട്ടുണ്ട്. നമ്മുടെ 11th and 12th ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ അൺഫെയർ ആക്ടും DNA ടെസ്റ്റിംഗ് എന്നുള്ള ആക്ടൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് അറിഞ്ഞാൽ മാത്രം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതോടൊപ്പം തന്നെ IRൻ്റെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അനാലിറ്റിക്കലാണ് IR ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള മാൽദീവ്സിൻ്റെ ക്വസ്റ്റ്യൻ എടുത്താൽ തന്നെ ഇറ്റ് ആസ്ക് ഫോർ ജിയോ സ്ട്രാറ്റജിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് വിത്ത് റെസ്പെക്ട് ടു ട്രേഡും എനർജി എന്നൊക്കെയുള്ള നമുക്ക് കൺസ്ട്രെയിൻസ് എല്ലാ ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. സോ ഇത് എഴുതി എത്തിക്കുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ടാസ്ക് ആണ്, എസ്പെഷ്യലി ഇൻ എക്സാം ഹോൾ സിനാരിയോ. അതേപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ഹോൾമാർക്ക് ചേഞ്ച് നമുക്ക് ഈ കൊല്ലം കാണാൻ സാധിക്കുന്ന GS2ൽ ഗവേണൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇൻക്രീസ് ആണ്. നോർമലി 1 or 2 ക്വസ്റ്റ്യൻസ് വരുന്ന ഗവേണൻസ് നിന്ന് ഈ തവണ മോസ്റ്റ് ഓഫ് ദ കോർ തീംസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4 to 5 ക്വസ്റ്റ്യൻസ് ഗവേണൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് GS2 എന്നുള്ള ഏറ്റവും കീ ടേക്ക് അവേ. അതോടൊപ്പം തന്നെ കുറേ കോർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലി നോക്കി വെക്കേണ്ട ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള റിപ്പീറ്റേഷനും UPSC ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പാരിസൺ വിത്ത് ഇൻ്റർനാഷണൽ വേറെ കൺട്രീസ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ടുള്ളതാണെങ്കിലും നമ്മുടെ കോർ തീംസ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ഡുവബിൾ പേപ്പർ ആണെന്നുണ്ടെങ്കിലും ദ ചലഞ്ചിങ് ആസ്പെക്ട് ഹാസ് ബീൻ ഓൺ എ റൈസിംഗ് ലെവൽ ഇൻ GS2. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് GS3 ആണ്. ആക്ച്വലി എനിക്ക് ഈ തവണ നമ്മുടെ എക്സാമിൽ തന്നെ ആസ്പിറൻസിനൊക്കെ ഒരു ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ടാവുക GS3 ആണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളൊക്കെ വളരെ ഒരു ഈസിയർ ലൈൻസിൽ വന്ന ഒരു പേപ്പറാണ്. വളരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്, ഒരു പേപ്പറാണ് GS3. സോ അധികം ബുദ്ധിമുട്ട് ആരും തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൻഡ് റിഫോംസ് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമ്മുടെ സിലബസ് കീ ടേം ആണ്. ഈ തവണ അങ്ങനെ തന്നെ ലാൻഡ് റിഫോംസ് ചോദിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ബഫർ സ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. ഫ്രഷ് വാട്ടർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലാണെങ്കിൽ അർബൻ ഫ്ലഡ്സ് എല്ലാ വർഷവും ആസ്പിറൻസ് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നതാണ്. അതിന് മസ്റ്റായിട്ടുള്ള നോട്ട്സ് വേണ്ടതാണ്, അത് ചോദിച്ചു. സൈബർ സെക്യൂരിറ്റി എഗെയിൻ എവറി ഇയർ മസ്റ്റ് ക്വസ്റ്റൻ ആണ്, അത് വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സും നമുക്ക് വളരെ ഫേമിലി, ഇപ്പോൾ നമ്മൾ GS2ൽ നോക്കിയ പോലെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിനേക്കാൾ നമ്മൾ വളരെ സുപരിചിതമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് GS3ൽ വന്നിട്ടുള്ളത്. ഇപ്പം ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ ആക്ട് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതോടൊപ്പം തന്നെ ലേബർ കോഡ് 2019 തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് 4 ലേബർ കോഡ്സ്, അതിൻ്റെ ഒരു 15 മാർക്ക്. എഗെയിൻ ഉഡാൻ സ്കീം നമുക്ക് സിലബസിൽ നിന്ന് തന്നെയുള്ളതാണ്, എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത്, അത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു പേപ്പർ GS3നെ നിങ്ങൾ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും കീ ആസ്പെക്ട് ഇസ് ടു ഹാവ് എ ഗുഡ് നോട്ട് ഫോർ ഈച്ച് പ്രൊമിനൻറ്റ് തീം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എല്ലാം സിലബസ് കീ ടേംസ് ആണ്, എല്ലാം PYQസിൽ വന്നിട്ടുള്ള വൺ ഓർ ദി അതർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ വിത്ത് ബെസ്റ്റ് പ്രാക്ടീസ് നോട്ട് ഉണ്ടാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് GS3 ഈസിലി ടാക്കിൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വെൽ റെഡ് ആസ്പെക്ട് ഓഫ് എക്കണോമിക് സർവേ ആൻഡ് ബഡ്ജറ്റ്, അപ്പോൾ റീസെൻറ്റ് നമുക്ക് സ്റ്റാറ്റ്സൂടെ കോട്ട് ചെയ്യാൻ സാധിച്ചാൽ GS3 വളരെ നന്നായിട്ട് തന്നെയുള്ള ഒരു പെർഫോമൻസ് കൊടുക്കാൻ സാധിക്കും. റിലേറ്റീവ്ലി ബിറ്റ്വീൻ ദ സെക്ഷൻസ് GS3 ആണ് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് നമുക്ക് കാണാനുള്ളത്. സോ ഈ സബ്ജക്ട്സ് തമ്മിലുള്ള ഒരു റേഷ്യോ റിലേറ്റീവ്ലി മെയിൻറ്റെയിൻ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് GS3യുടെ അനാലിസിൽ മനസ്സിലാക്കുക. സോ ഇതിൻ്റെയും ഡീപ്പർ അനാലിസിസ് നമ്മൾ GS3യുടെ അനാലിസിൽ നോക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് GS4 അനാലിസിസ് ആണ്. സോ എത്തിക്സ് എഗെയിൻ നമ്മൾ GS2ൽ പറഞ്ഞ പോലെ എത്തിക്സ് ഹാസ് ബീൻ ഓൺ എ ടഫർ സൈഡ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ.
ഇതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് ആയിട്ട് നോക്കേണ്ടത് സെക്ഷൻ എ 10 മാർക്കേഴ്സ് ഒക്കെ തന്നെ കുറച്ച് ലെങ്തിയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ഈസിലി കോംപ്രിഹെൻഡ് ചെയ്യാവുന്നതല്ല. ഓൾറെഡി നമുക്ക് എത്തിക്സ് കുറച്ച് ടൈം കൺസ്ട്രെയിൻസ് ഉള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലെങ്തിയർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് അത്ര ഈസി അല്ല. സോ ഇതിൻ്റെ കീ ഏരിയ എന്നുള്ള എത്തിക്സിനെ സംബന്ധിച്ചിടത്തോളം കീ ഏരിയ എത്രയും പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ക്രക്സ് മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ മാക്സിമം ഡൈമെൻഷൻസിലോട്ട് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ എത്തിക്സ് ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. സോ അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് പോയിന്റ് ജനറേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ നിന്ന് അതും ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിൽ വേണം നിങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി അങ്ങനെയാണെങ്കിൽ പുവർ ഗവർണൻസിലോട്ട് ലീഡ് ചെയ്യുന്നു, അതിൻ്റെ ഒരു എക്സാമ്പിൾ അടക്കം. സോ ഇങ്ങനെ ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിക്സ് കുഡ് ഹാവ് ബീൻ ടാക്കിൾഡ് ഈസിയർ. ആൻഡ് വേറൊരു ആസ്പെക്ട് എത്തിക്സ് നമുക്ക് കാണിച്ചു തരുന്നത് കോർ എത്തിക്സിൻ്റെ തിയറി പാർട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്, റീസർജൻസ് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ കോർ എത്തിക്സ് തിയറി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് എത്തിക്സ് എന്നുള്ള ആസ്പെക്റ്റും അതല്ലാതെ തന്നെ നമ്മുടെ സിലബസ് കീ ടേംസ് ആയ കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കണ്ടക്ട്, ഈ ആസ്പെക്റ്റ് ഒക്കെ തന്നെ വീണ്ടും UPSC ചോദിക്കുന്നുണ്ട്. പക്ഷേ ലെങ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാനായിട്ട് ലെങ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുന്നുണ്ട്. സോ ഇതൊന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആൻസർ റൈറ്റിംഗ് വഴി വേണം ചെയ്യാനായിട്ട്. വേറൊരു കാര്യം, സെക്ഷൻ ബി നമ്മുടെ കേസ് സ്റ്റഡീസ് വരുന്ന സെക്ഷനിലെ കേസ് സ്റ്റഡീസ് ആക്ച്വലി പണ്ടത്തെ അതേ ഫോർമാറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിഫറൻസ് ഓർ ദ എവല്യൂഷൻ വരുന്നത് ക്വസ്റ്റ്യൻസിലാണ്. കാരണം പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോളോഡ് എ പെക്യുലിയർ പാറ്റേൺ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് വുഡ് ബി എത്തിക്കൽ ഇഷ്യൂസ്, നെക്സ്റ്റ് വുഡ് ബി ഓപ്ഷൻസ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദ തേർഡ് പാർട്ട് വുഡ് ബി ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദോസ് ഓപ്ഷൻസ് ആൻഡ് ഫൈനലി വാട്ട് ഇസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് യു വുഡ് ടേക്ക്. സോ ഈ ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കൊല്ലം വരുന്ന ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഫസ്റ്റ് പാർട്ട് കൂടുതലും വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ എന്ന് ചോദിക്കുന്നു, അതിനുശേഷം വാട്ട് ആർ ദ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് ചോദിക്കുന്നു. തേർഡ് ആസ്പെക്ട് ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിനുശേഷം ഡിയിൽ വാട്ട് ഇസ് യുവർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളത് ചോദിക്കുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആദ്യമേ കോഴ്സ് ഓഫ് ആക്ഷൻ ചോദിക്കുന്നു. സോ ഇങ്ങനെയുള്ള ഒരു അത് ബേസിക്കലി ആസ്പിരൻറ്റിനെ അവിടെ ഇരുന്ന് അൺസെറ്റിൽ ചെയ്യിക്കുക എന്നുള്ള ഒരു പാറ്റേണിലാണ്. സോ എത്രത്തോളം നിങ്ങൾ കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ ഒരു നിമിഷത്തിൽ എന്നുള്ളത് തന്നെയാണ് UPSC ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതിന് നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും കൂടുതൽ നന്നായിട്ട് തന്നെ അനവധി കേസ് സ്റ്റഡീസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ രീതിയിലും ആ ക്വസ്റ്റ്യൻസിനെ മര്യാദയ്ക്ക് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റാണ് നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ സാധിക്കുക. ക്വസ്റ്റ്യൻ കമ്പൈൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ സബ് ഡിവിഷനും എഴുതി അതേ ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എക്സാമിനറിനാണെങ്കിലും അല്ലെങ്കിൽ ഓരോ സബ് പാർട്ട് മിസ്സാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നോക്കുക. അതോടൊപ്പം എത്തിക്സിൻ്റെ നമ്മൾ തീംസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് തീംസ് കൾച്ചർ നമുക്ക് ഈ തവണ കാണാൻ സാധിക്കും. കൺവെൻഷനലി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോഡ് ഓഫ് കണ്ടക്ട്, കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള പോലെയുള്ള കൺവെൻഷണൽ തിയറീസ് ഈ തവണയും റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂവർ ഒരു കണ്ടംപററി ഇതിലായിട്ടുള്ള ഇപ്പോൾ AI ഇൻ എത്തിക്സ് ആൻഡ് AI, ഡിജിറ്റൽ ടെക്നോളജീസ്, നമ്മുടെ മിഷൻ കർമ്മയോഗി. സോ ഈ കൈൻഡ് ഓഫ് കണ്ടംപററി തീംസും ഇപ്പോൾ UPSC ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ എത്തിക്സ് ഹാസ് ബീൻ ഓൺ എ ടഫർ സൈഡ്, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നമുക്ക് എഴുതി തീർക്കാൻ സാധിച്ചാൽ തന്നെ ഇറ്റ് ഷുഡ് ബി ഡൂയിങ് വെൽ എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് GS4 നിന്ന് ലഭിക്കുന്നത്. സോ നമുക്ക് മൊത്തം ഇതാണ് നമ്മുടെ ഓവറോൾ പേപ്പർ അനാലിസിസ് അബൌട്ട് മെയിൻസ് 2024. ഇപ്പോൾ അടുത്ത കൊല്ലത്തോട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് എത്രത്തോളം PYQs ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസ് മാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയൊക്കെയാണ് നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾ ഇത് മുന്നിൽ വച്ചിട്ട് തന്നെ കൂടുതലായിട്ടുള്ള റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, കൂടുതലായിട്ടുള്ള നോട്ട്സ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക. സിലബസിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ തീംസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ കറണ്ട് അഫയേഴ്സ് അതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളുടെ മെയിൻസ് പാർട്ട് നിങ്ങൾ ഈ ഒരു ഡിസംബർ ടു ജാനുവരിക്കുള്ളിൽ നിങ്ങൾ ഫുള്ളി റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സ് മെയിൻസ് വുഡ് ബി ആൻ ഈസി ആൻഡ് കേക്ക് വർക്ക് ഫോർ ഓൾ ഓഫ് യു. നമുക്ക് ഇനിയുള്ള സീരീസിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഈച്ച് പേപ്പർ നോക്കാവുന്നതാണ്. താങ്ക് യു.